ഹായ് എല്ലാവർക്കും നമസ്കാരം. ഉദ്ഘാടനത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് അമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തിയാണ് മഞ്ജു. നമ്മൾ മഞ്ജുവിനെ കുഞ്ഞമ്മ എന്ന് വിളിക്കാല്ല, മഞ്ജുന്നും കുഞ്ചുന്നും ഒക്കെയാണ് വിളിക്കുന്നത്. അപ്പം മഞ്ജു ഇവിടെ നിന്ന് കുറേ പപ്പയ്ക്കൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, പപ്പായ. അപ്പോൾ അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി മുറിക്കാമെന്ന് പറഞ്ഞ് പോയേക്കാണ്. പിന്നെ കുറേ സ്ഥലത്തുള്ളത് വാഴയാണ്. വാഴ ഇപ്പോൾ ഈ വസ്തു വാങ്ങിച്ചിട്ട് നമ്മളിവിടെ പണി ചെയ്ത സമയത്ത് നട്ടതാണ്. എന്നാലും നല്ല രീതിക്ക് തന്നെ അതിൻ്റെ കായ്ഫലം കിട്ടുന്നുണ്ട്. ഇന്ന് ഈ കൊല നടക്കാനുള്ള വാഴയാണ് നിൽക്കുന്നത്. ആ കൊല ഇന്ന് മൂത്ത് നിൽക്കുന്നതുകൊണ്ട് ഇന്ന് എല്ലാവരും കൂടി കൊണ്ടുപോകും. പിന്നെ അങ്ങോട്ട് കുറേ വസ്തുവുണ്ട്. അവിടെ താഴെ കാവാണ്. പിന്നെ ഞാൻ കാവിൻ്റെ ഭാഗത്തേക്കൊന്നും പോയില്ല, വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് കരുതി. പിന്നെ കുറേ റബ്ബറുണ്ട് കേട്ടോ. പിന്നെ അയണി ചക്കയുണ്ട്. ഇത് അമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചിയാണ് ശോഭന ഇവിടെ കിടന്നിട്ട് ഉള്ള കുപ്പച്ചീരയൊക്കെ പറിക്കുകയാണ്. കുപ്പച്ചീര വളരെ ടേസ്റ്റുള്ളൊരു ചീരയാണ്. അപ്പോൾ അറിയാവുന്നവരത് കളയാറില്ല. പിന്നെ ഈ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത സാധനങ്ങളെല്ലാം കൂടെ മഞ്ജു ഇവിടെ ടേബിളിൽ കൊണ്ട് അടുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മഞ്ജു അതൊക്കെ എടുത്ത് എന്നെ പരിചയപ്പെടുത്തി തരികയാണ്. നാച്ചുറലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മഞ്ജു അതിൻ്റെ ഗുണങ്ങളും ഒക്കെ പറഞ്ഞ് ഉണ്ട്. തേങ്ങ ഇവിടുത്തെ പൂജയുടെ ബാക്കിയാണ്. കൊലയുണ്ട്, പപ്പായ, വെള്ളരി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വെള്ളരി ഇവിടെ എന്തോ കിടന്ന് കിളിച്ചതാണ്. പിന്നെ അവിടെ ഒരു മഞ്ചാടി മരം ഉണ്ടേ, അത് ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോ വിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരൊക്കെ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞു എന്ന് തോന്നുന്നു. നമ്മൾ ഫാമിലിയിലുള്ളവർ മാത്രമേ ഉള്ളൂ. എല്ലാവരും കൂടി ഒരു അടിപൊളിയായിരുന്നു ഇവിടെ. സത്യം പറഞ്ഞാൽ ചക്കയുണ്ട്, ഒത്തിരി ചക്കയൊക്കെ കിട്ടിയായിരുന്നു. നമുക്കിവിടെ ആറ്റിങ്ങിൽ ചക്കയ്ക്ക് മാത്രം പഞ്ഞമില്ല. ശരിക്കും ചക്ക കിട്ടുന്ന സ്ഥലമാണ് ഞങ്ങളുടെ ഇങ്ങോട്ട്. അവിടേക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഉള്ളത് അയണിച്ചക്ക കിട്ടി കേട്ടോ. എനിക്ക് അയണിച്ചക്ക ഞാൻ പോയി നോക്കിയപ്പോൾ അയണിച്ചക്ക കിട്ടി. നല്ല കാടാണ്, അങ്ങോട്ടൊന്നും പോകാൻ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ പോയില്ല. ഈ വാഴയുടെ അടുത്തൊക്കെ നിന്നൊന്ന് കറങ്ങി. അങ്ങോട്ടേക്ക് കാവാണേ, അപ്പോൾ ഞാൻ ആ വശത്തോട്ട് പോയില്ല. അതാ വരുന്നു അടുത്ത ആൾ. ഇത് അങ്കണവാടി ടീച്ചർ വത്സലാമ്മ, അമ്മയുടെ നേരെയുള്ള അനിയത്തിയാണ്. ചക്കയൊക്കെ കൊണ്ട് വെക്കുകയാണ്. പിന്നെ ഓരോന്ന് ഇതിപ്പോൾ കൊല നടത്താനുള്ള തത്രപ്പാടിൽ ഞാനും പോയി നിൽക്കുകയാണ് ഇത് മുറിക്കുന്ന കാണാനായിട്ട്. മുറിക്കുന്ന വീഡിയോ ഒന്നും കിട്ടിയില്ല. പിന്നെ ഇത് ശോഭനയും മാമനും മാമൻ്റെ വൈഫും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവിടെ എന്തൊക്കെയോ നോക്കുകയാണ്. അവിടെ ബാക്കിലേക്ക് മാമൻ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നട്ടിട്ടുണ്ടേ. പിന്നെ ഞാൻ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു അവിടെ തെങ്ങിൻ്റെ മൂട്ടിലായിട്ട് വെള്ളരി നല്ല വിളഞ്ഞ് നിൽപ്പുണ്ട്, നീ പോയി വീഡിയോ എടുക്കാൻ. അങ്ങനെ ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ വെള്ളരി ഒത്തിരി ഉണ്ടായിരുന്നു. കുറേശ്ശെ പറിച്ച് വീട്ടിൽ കൊണ്ടുപോയി. ഇപ്പോൾ കുറച്ച് കിടപ്പുണ്ട് കേട്ടോ. ഇത് ഇന്നത്തോടെ കൊണ്ട് ഇതിൻ്റെ കാര്യം തീരുമാനമാവും. കാരണം എല്ലാവരും പറിച്ച് വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ വലിയ നല്ല സൈസുള്ള വെള്ളരിയായിരുന്നല്ലോ. ഹാപ്പി